ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പി. യൂദായുടെ ലേഖനം 23 വാക്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമ്മുടെ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കുന്നവരിൽ പലരും അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, മക്കൾ, ഉറ്റവർ ദൈവസ്നേഹം അറിഞ്ഞിട്ടില്ല. അവരെ നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരൂടെ ഈ കർത്താവിനെ അറിഞ്ഞ് ഈ നിത്യജീവന അവകാശികളായി തീരാനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ സന്ദേശം. എങ്ങനെ നമ്മുടെ ഉറ്റവരെ, മറ്റുള്ളവരെ നിത്യ ജീവനിലേക്ക് നമുക്ക് കൈപിടിച്ച് കയറ്റുവാനായിട്ട് കഴിയും? അതിന് നാം ചെയ്യേണ്ടുന്ന 3 കാര്യങ്ങളാണ് ഇന്ന് ഈ സന്ദേശത്തിലൂടെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുക. ഈ തീയെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? തീയെന്ന് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അർത്ഥത്തിൽ ദൈവിക ന്യായവിധിയും നിത്യശിക്ഷാവിധിയുമാണ്. ആരാണ് തീയിലേക്ക് പോകുന്നത്? വേദപുസ്തകം വളരെ കൃത്യമായ ഉത്തരം അതിന് നൽകി തരുന്നുണ്ട്. 2 തെസ്സലോനിക്കർ 1 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അപ്പൊ സുവിശേഷം അനുസരിക്കാത്തവരാണ് ദൈവസന്നിധി വിട്ട് അവന്റെ മഹത്വം വിട്ട് നിത്യനാശം എന്ന ശിക്ഷാവിധിയിലേക്ക് പോകും. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക എന്നാണ് നരകത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവിടേക്ക് പോകുന്നവർ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, ബിംബാരാധികൾ, ബോഷ്കിൽ പ്രിയപ്പെടുന്നവർ, ദുർനടപ്പുകാർ, ഇവരെല്ലാം നിത്യനരകത്തിലേക്ക് പോകും. അപ്പം ഈ നിത്യ നരകത്തിൽ നിന്ന്, ഈ ശിക്ഷാവിധിയിൽ നിന്നാണ് ചിലരെ വലിച്ചു കയറ്റേണ്ടുന്നത്. അപ്പം അവർ സുവിശേഷം അനുസരിക്കാത്തവരാണ്. സുവിശേഷം അറിയാത്തവരെന്നല്ല, സുവിശേഷം അനുസരിക്കാത്തവരാണ്. അങ്ങനെയുള്ളവരെ നമുക്ക് എങ്ങനെ പിടിച്ചു കയറ്റുവാനായിട്ട് കഴിയും? അവരെ പിടിച്ചു കയറ്റുന്നതിനെ കുറിച്ച്, അവരെ രക്ഷിക്കുന്നതിനെ കുറിച്ച് വചനത്തിൽ എഴുതിയിരിക്കുന്നത് തീയിൽ നിന്ന് വലിച്ചു കയറ്റണമെന്നാണ്. നമുക്കറിയാം, ഒരു വീടിൻ്റെ അകത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ കുടുങ്ങിക്കിടക്കുമ്പോൾ, അവിടെ വലിയ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവൻ പോലും പണയം വെച്ചാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അവരെ രക്ഷിക്കുന്നതിനോടൊപ്പം നമുക്കും പൊള്ളലേക്കാൻ സാധ്യതയുള്ളതുപോലെ തീയിൽ നിന്ന് വലിച്ചെടുക്കണം എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ നാശത്തിൽ നിന്ന് അവരെ വലിച്ചെടുക്കുക, യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല, വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ കൈകൾക്ക് പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്, അതിൻ്റെ വില നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ അതിന് കഴിയത്തില്ല എന്നുള്ളതല്ല, കഴിയും. അത് നമുക്ക് എങ്ങനെ കഴിയും? എൻ്റെ ദൈവവചന പഠനത്തിൻ്റെ അകത്ത്, ചിന്തയ്ക്കകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമായി തീരുവാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൽ ഒന്നാമത്തേത്, അവരോട് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുക, സുവിശേഷം അവരോട് പറയുക എന്നുള്ളതാണ്. കാരണം സുവിശേഷത്തിനാണ് ജീവിതങ്ങളിൽ പരിവർത്തനം വരുത്തുവാൻ, മാറ്റം വരുത്തുവാനായിട്ട് കഴിയുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്നതുപോലെ നിങ്ങളുടെ അരികിലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ നാൾ മുതൽ നിങ്ങളിൽ എന്ന പോലെ സർവ്വലോകത്തും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. അപ്പോൾ സുവിശേഷത്തെ സത്യസന്ധമായി അനുസരിച്ച് ഉൾക്കൊള്ളുന്നവരിൽ ഫലപ്രാപ്തി, അവർക്ക് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയും, അവരിൽ ഫലം ഉണ്ടാക്കും എന്നുള്ളതാണ്. പക്ഷെ ഈ സുവിശേഷത്തിന്റെ ഫലം ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ അതതിൻ്റെ ഫലത്തിലേക്ക് എത്താതിരിക്കാൻ തക്കവണ്ണമുള്ള ഒരു കാരണം, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി കളഞ്ഞു എന്നുള്ളതാണ്. അതും ദൈവവചനത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 4 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ജീവനുള്ള ദൈവത്തിന്റെ പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം വിളങ്ങാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കി കളഞ്ഞു. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, സുവിശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് പരിവർത്തനവും രൂപാന്തരവും കൊണ്ടുവരും. അതുകൊണ്ട് എന്താണ് സുവിശേഷം, സുവിശേഷത്തിന്റെ ശക്തി എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സന്ദേശം പിന്നീട് ഞാൻ നിങ്ങളോട് പറയാം. സുവിശേഷം എന്ന് പറയുന്നത് ദാവീദിന്റെ സന്തതിയായി മരിച്ചുയർത്തി എഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ ഓർക്കുക, അതാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, കാൽവറിയുടെ ക്രൂശിൽ യേശു ക്രിസ്തു സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് തൻ്റെ ജീവൻ കൊടുത്ത്, തൻ്റെ രക്തം കൊടുത്ത്
എന്നേക്കുമായിട്ടുള്ള വീണ്ടെടുപ്പ് മാനവജാതിക്ക് നൽകിക്കൊടുത്തു. യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് വീണ്ടെടുപ്പ്. ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം യേശുക്രിസ്തു എന്ന് പറയുന്ന നാമമാണ്. ആ നാമത്തിലൂടെ അല്ലാതെ ഇനിയൊരു രക്ഷയില്ല. അത് മതത്തിനോ ജാതികളോ എന്നുള്ള ഒരർത്ഥത്തിലല്ല, സകല മാനവജാതിയുടെയും രക്ഷയ്ക്കായിട്ടാണ് കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അപ്പം ഈ സുവിശേഷത്തിന്റെ സത്യം മറ്റുള്ളവരിലേക്ക് എത്താതെ, അത് മനസ്സിലാക്കാതെ, കാതുകളിലൂടെ സുവിശേഷം കേൾക്കുമ്പോഴും ഹൃദയത്തിൻ്റെ അകത്ത് പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയാതെ വണ്ണം ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവിശ്വാസികളെ കുരുടാക്കി കളയുന്ന ഒരു മേഖലയുണ്ട്. അത് ഈ ലോകത്തിൻ്റെ ദൈവം പിശാചാണ്. അപ്പം അത് മാറാനായിട്ട് എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമത്, നമ്മുടെ ഉറ്റവരെ നമ്മൾ നേടണമെങ്കിൽ അവരിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ അവരോട് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുക, ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന രക്ഷയെക്കുറിച്ച് പറയുക, രക്ഷയുടെ ആവശ്യകതയെക്കുറിച്ച് പറയുക, വിശുദ്ധ ജീവിതത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഉറ്റവരാമ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ മറ്റു നാട്ടിലും അയലോക്കകർത്തും ഒക്കെ കയറിയാൽ മതപരിവർത്തനം എന്നുള്ള പേരിൽ വലിയ കുറ്റം ചുമത്തി ചിലപ്പോൾ നമ്മളെ തുറങ്കിലടയ്ക്കും. പക്ഷെ നമ്മുടെ ഉറ്റവരോട് നമുക്കത് പറയാൻ കഴിയും. അവരിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവസ്നേഹത്തിൻ്റെ അകത്ത് അസുവിശേഷം അവരോട് പങ്കുവെക്കുക. നാം ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് ഇടപെടാനായിട്ട് തുടങ്ങും. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന 2 കാര്യങ്ങൾ കൂടെ പുറകെ പറയുകയാണ്. അപ്പോൾ ഒന്ന്, ഞാൻ പറഞ്ഞു, സുവിശേഷം അവരോട് പങ്കുവെക്കുക, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുക, പാപബോധം വരുത്തുന്ന, പാപിയാണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് കൊണ്ടുവരുന്ന തിരുവചനങ്ങൾ അവരോട് പറയുകയും സ്നേഹത്തോടെ പങ്കുവെക്കുകയും ചെയ്യുക. നമ്പർ 1. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയെക്കുറിച്ചൊക്കെയുള്ള ഒത്തിരി സന്ദേശങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ഇട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇതുവരെയും പങ്കുവെക്കാത്ത പ്രാർത്ഥനകളിൽ ഉൾപ്പെടുന്ന 2 പ്രാർത്ഥനകളാണ് ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥനയും പോരാടിയുള്ള പ്രാർത്ഥനയും. ഇത് 2 കാര്യങ്ങളാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായ സന്ദേശങ്ങൾ പിന്നീട് ഇടാം. പക്ഷെ ഒന്ന് പറഞ്ഞു വിട്ടു പോവുകയാണ്. എന്താണ് ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥന? പ്രവാചകനായ യെഹസ്കേലിന്റെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ യെഹസ്കേലിലൂടെ യഹോവയാം ദൈവം അരുളി ചെയ്ത വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം എൻ്റെ മുമ്പിൽ മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ആകയാൽ ഞാൻ എൻ്റെ ക്രോധം അതിന്മേൽ പകർന്ന് ദേശത്തെ നശിപ്പിക്കും. എന്താണ് അർത്ഥം? ദൈവം ഒരു ദേശത്തെയോ ഒരു കുടുംബത്തെയോ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഒരു വ്യക്തിയാണെങ്കിൽ പോലും മതിൽ കെട്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവിക ശിക്ഷാവിധിയിൽ നിന്ന് അവിടെ ഒഴിവുണ്ടാകും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഉറ്റവർ നാശത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. 1-2 ദിവസത്തെ കാര്യമല്ല, നിരന്തരമായ പ്രാർത്ഥനകൾ നമുക്കതിനാവശ്യമാണ്. പ്രാർത്ഥന ഇടിവിൽ നിൽക്കുകയും പോരാടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രാർത്ഥനയെ ചില സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് പോരാട്ടത്തിലേക്ക് നയിക്കും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലോ, ഈ പിശാചുമായിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ അകത്താണ് ഓരോ വ്യക്തിയും നിൽക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി ദൈവത്തെ അനുസരിക്കാതെ പോകുമ്പോൾ അവൻ പിശാചിന്റെ പിടിയിലായതുകൊണ്ട് അവനെ രക്ഷിച്ചെടുക്കുവാൻ പ്രാർത്ഥന പോരാട്ടമായി മാറുകയാണ്. അതുകൊണ്ടാണല്ലോ യെരുശലേമിനെ കുറിച്ചൊക്കെ പറയുന്നത്, നിന്റെ മതിലിന്മേൽ ഞാൻ, യെരുശലേമേ നിന്റെ മതിലിന്മേൽ ഞാൻ പോരാടുന്നവരെയാക്കും. അടുത്തത്, അവർ യഹോവയെ ഓർപ്പിക്കുന്നവരെ രാവും പകലും അവന് വിശ്രമം കൊടുക്കരുത്. അപ്പോൾ മതിലിന്മേൽ കാവൽക്കാരെ ദൈവമാക്കും എന്ന് പറയുന്നുണ്ട്. കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനകൾ പോലും കണ്ണു തുറക്കപ്പെടുവാനും വിളിയുടെ ആ ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ്. എഫേസ്യ ലേഖനത്തിലെ പ്രാർത്ഥനയും അത് തന്നെയാണ്. എപ്പഫ്രാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് കൊലോസ്യ ലേഖനം 4:12 തോന്നുന്നു. നിങ്ങളിൽ ഒരുവനായി ക്രിസ്തുയേശുവിന്റെ ദാസനായി എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയവുമുള്ളവരായി തീരേണ്ടതിന് അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്നു. അപ്പൊ പ്രാർത്ഥന പോരാട്ടമായി മാറുകയാണ്. പ്രാർത്ഥന ഈ ഉറക്കം തൂങ്ങിയുള്ള പ്രാർത്ഥനയോ മന്ദതയിലുള്ള പ്രാർത്ഥനകളോ ഒന്നുമല്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിലും നിയോഗത്തിലും ദൈവത്തിന്റെ ആത്മാവിന്റെ ഗൈഡൻസ് അനുസരിച്ച് ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തി തികഞ്ഞവനായി മാറുകയാണ്. അല്ലേ? ടു മേക്ക് യു പെർഫെക്റ്റ് എന്നാണ്. സതുപദേശം കൊടുത്തിട്ടും സാരോപദേശം കൊടുത്തിട്ടും നന്നാകാത്ത ആളുകളുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് നമുക്ക് അവരെ നന്നാക്കാൻ പറ്റും. അങ്ങനെ നന്നാക്കിയ ഒത്തിരി പേരെ എനിക്കറിയാം. എൻ്റെ ഒരു സ്നേഹിതനായ
ഒരു ദൈവദാസൻ, ഇപ്പോൾ അദ്ദേഹം ഒരു ദൈവദാസനാണ്. പണ്ട് താൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ലോകത്തിന്റെ വഴികളിൽ പോയി ലഹരിക്കടിമയായി അനേക വർഷങ്ങൾ ആ മാതാവ് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ മടക്കി കൊണ്ടുവന്നു. 10 വർഷത്തോളം രാപ്പകൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് തൻ്റെ ചൂട് കണ്ണീര് തൻ്റെ ഉറങ്ങുമ്പോൾ മകന്റെ ദേഹത്ത് വീണിട്ടുണ്ടെന്നൊക്കെയുള്ള സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥന പോരാളികളും തീയിൽ നിന്ന് വലിച്ചെടുത്ത് കൊണ്ടുവന്നവരുടെയൊക്കെ സാക്ഷ്യമുണ്ട്. അപ്പൊ അതൊക്കെ കഴിയും. പക്ഷേ പ്രാർത്ഥന ഇടിവിൽ നിൽക്കുന്ന പ്രാർത്ഥനയായും പോരാട്ട പ്രാർത്ഥനയായും നമ്മുടെ പ്രാർത്ഥനകൾ മാറണം എന്നുള്ളതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനായിട്ടുള്ള സാവകാശവും അവസരവും നമ്മൾ കൊടുത്ത് നാം പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കാൻ ദൈവം തയ്യാറാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഉറ്റവർ, നമ്മുടെ രക്തബന്ധങ്ങൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ദൈവം പ്രത്യേക പരിഗണന തരാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചോദിക്കും. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നാട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് കിട്ടാത്ത പരിഗണന ഉറ്റവർക്ക് വേണ്ടി കിട്ടത്തില്ലേ? കിട്ടും. വചനത്തിന്റെ അകത്ത് തെളിവുണ്ട്. അത് വിവരിക്കാനുള്ള സമയമല്ല. നിയമപരമായി ലീഗലി ദൈവസന്നിധിയിൽ നമ്മുടെ ഉറ്റവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേക പരിഗണനയുണ്ട്. അത് ദൈവം ഒരു കുടുംബത്തിന്റെ അകത്ത്, ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് ദൈവം വെച്ച ചില സിസ്റ്റങ്ങളുടെ ഭാഗമാണ്. ഈ ശപിക്കാൻ അധികാരം ദൈവം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് പോലെ ഇല്ലേ? ഒരു കുടുംബത്തിന്റെ അപ്പനെ മക്കളെ ശപിക്കാനുള്ള അധികാരമുണ്ട്. ഒരു ശുശ്രൂഷകന് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഹെഡിന് അതിനുള്ള ഒരു അധികാരമുണ്ട്. അത് ദൈവം വെച്ച സിസ്റ്റങ്ങളുടെ ഭാഗമാണ്. അപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉറ്റവരാണെങ്കിൽ ഒരു പ്രത്യേക പരിഗണന ദൈവസന്നിധിയിൽ അതിനുണ്ടാകും. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ഇടിവിൽ നിന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ക്രൂശ് മരണത്തോടനുബന്ധിച്ച് തന്റെ ശിഷ്യന്മാരെല്ലാം വിശ്വാസത്യാഗം സംഭവിച്ച് തന്നെ വിട്ടു പോകേണ്ടുന്നവരായിരുന്നു. പക്ഷെ കർത്താവ് പത്രോസിനോടൊക്കെ പറഞ്ഞ വാക്കുകൾ, പത്രോസേ, നിന്നെ എന്നല്ല നിങ്ങളെ പതിർ പോലെ പാറ്റേണ്ടതിന് സാത്താൻ എന്നോട് അവസരം ചോദിച്ചു, ഞാനോ വിട്ടുകൊടുത്തില്ല. നോക്കുക, ശിഷ്യന്മാർക്ക് വേണ്ടി യേശു പോലും ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ ഇരുന്നത്. അപ്പം ഇതൊരു വലിയൊരു ആത്മീക മർമ്മമാണ്. 2, പ്രാർത്ഥനാ പോരാളികളായി നമ്മൾ മാറുക, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ 1, സുവിശേഷം പറയുക, 2, പ്രാർത്ഥിക്കുക, നിരന്തരമായി പ്രാർത്ഥിക്കുക. എൻ്റെ വൈഫിന്റെ മമ്മി 33 വർഷം മുമ്പ് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയ ഒരാളാണ്. പ്രാർത്ഥന ഇഷ്ടപ്പെട്ട് ദൈവസ്നേഹം തിരിച്ചറിഞ്ഞിറങ്ങിയ ഒരാളാണ്. അന്ന് പലരും ഈ ഒരു സ്നേഹത്തെക്കുറിച്ചോ ഇത്തരത്തിലുള്ള ഒരു ആത്മീക അനുഭവത്തിലും ഇല്ല. 10-30 വർഷങ്ങൾ പടവെട്ടി പ്രാർത്ഥിച്ച് ആ കുടുംബത്തിലെ ബാക്കിയുള്ളവരെല്ലാം ഈ കർത്താവിന്റെ സ്നേഹത്തിലേക്കും തികഞ്ഞ ആത്മീയതയിലേക്കും ഇന്ന് വന്നു. അവരൊക്കെ ഈ സന്ദേശം കേൾക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. അപ്പൊ ദൈവം ദർശനങ്ങളിലൂടെ, ആലോചനകളിലൂടെ വന്നു. ചിലപ്പോൾ നിരാശയുണ്ടാകും, പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ലല്ലോ, അവർ വരുന്നില്ലല്ലോ. വിഷമിക്കരുത്. സകലതും നമുക്ക് വേണ്ടി നിവർത്തിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ വിഷയത്തെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായിട്ടും സ്വർഗത്തിൽ നിന്ന് അതിന്റെ മറുപടി ഉണ്ടാകും. നമ്മുടെ കണ്ണുനീര് ദൈവം തുടയ്ക്കും. നമ്മുടെ വിഷയത്തിന് ദൈവം മറുപടി നൽകും. 2-മത്തേത് അതാണ്. 3-മത്തേത്, നമ്മൾ ഒരാളെ നേടണമെങ്കിൽ നമുക്ക് മാതൃകയുണ്ടാകണം. 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കുകൾ ഭാര്യമാരോടാണ്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. 2, നിങ്ങളുടെ നിർമ്മലതയോടുകൂടിയുള്ള നടപ്പ് കണ്ട്, നിങ്ങളുടെ മാതൃകയുള്ള ജീവിതം കണ്ട് ഭർത്താക്കന്മാർ ചേർന്ന് വരാൻ ഇടയാകും. എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം ഉറപ്പോടെ പറയാം, നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ മാതൃക കാണിച്ചാൽ ഭർത്താക്കന്മാർ മാത്രമല്ല, നമ്മുടെ മക്കളും നമ്മുടെ കൂടെ വരും. കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായി. എൻ്റെ കുഞ്ഞ് തിരിച്ചറിവുള്ള പ്രായം പോലും ആകാത്ത 3-3.5 വയസ്സുള്ള സമയങ്ങളിൽ പോലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അരികിൽ, എൻ്റെ പായിൽ വന്ന് എൻ്റെ കുഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, മാതൃകയുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകണം. നമ്മളെ വാക്കുകൾ കൊണ്ട് നമ്മൾക്ക് സംസാരിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ പ്രവൃത്തിയിലൂടെ നമുക്ക് ചെയ്തെടുക്കുവാനായിട്ട് കഴിയും. അപ്പം മാതൃക ഉണ്ടാകണം. ഒരു വീട്ടിൽ നോക്കുക, ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ പ്രാർത്ഥനയും സമർപ്പണവും ദൈവത്തോടുള്ള സ്നേഹവും ജീവിതവും കാണുമ്പോൾ നിശ്ചയമായിട്ട് പരിശുദ്ധാത്മാവ് ആ വ്യക്തിയോട് ഇടപെടും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കുക. സുവിശേഷത്തിന്റെ ശക്തി തിരിച്ചറിയുക, ദൈവവചനം പറയുക. അടുത്തത് ഏറ്റവും പരമപ്രധാനമായ കാര്യം, ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, പോരാടി പ്രാർത്ഥിക്കുക, തീയിൽ നിന്ന് വലിച്ചെടുക്കുക. വില കൊടുക്കേണ്ടതായിട്ട് വരുമെന്നുള്ളത് സത്യമാണ്. പിശാചിന്റെ പൂണിയിൽ കിടക്കുന്ന ചിലതിനെ വലിച്ചെടുക്കുമ്പോൾ അതിന്റെ നോട്ടം നമ്മുടെ നേരെയാകും. ദാവീദ് പറഞ്ഞതുപോലെ, എൻ്റെ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിംഹവും കരടിയും വന്ന് ആടുകളെ പിടിച്ചുകൊണ്ടുപോയി ഞാൻ അതിന്റെ വായിൽ നിന്ന് രക്ഷിച്ചപ്പോൾ അതിന്റെ നോട്ടം എന്നിലേക്കായി. ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇടിവിൽ നിൽക്കുകയും ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതൊന്നും പലർക്കും അറിയത്തില്ല. പക്ഷെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമ്മൾ തകരാൻ ദൈവം സമ്മതിക്കത്തില്ല. ആ പിശാചിന്റെ പല്ലിന് നമ്മളെ ഇരയാക്കി കൊടുക്കാതെ ദൈവം തന്റെ കരങ്ങളിൽ നമ്മളെ പരിപാലിക്കും.
അപ്പോൾ 3, മാതൃകയുള്ള ജീവിതം നയിക്കുക. അനേകരെ കർത്താവിലേക്ക് നേടുവാൻ ഈ സന്ദേശം കൊണ്ട് നമുക്ക് കഴിയട്ടെ. ആത്മഭാരമുള്ളവരാകാം. ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ചാർച്ചക്കാർ, പ്രിയപ്പെട്ടവരൊക്കെ യേശുവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞ് ഈ ലോകത്തിൽ മാത്രമല്ല നിത്യജീവനും അവരവകാശികളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. വീണ്ടും ഒരു സന്ദേശവുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. ഗോഡ് ബ്ലെസ് യു.